ഹലോ ഗേയ്സ്, നമുക്കിന്നിവിടെ നല്ലൊരു ചവ്വരി പായസം ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി. വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചുണ്ടാക്കണം കേട്ടോ. നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ആ ബെല്ലൈക്കൊന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. അതിന് നമുക്ക് അടുപ്പത്താട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കലം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. ചവ്വരി ആദ്യം കഴുകി നല്ലോണം വാർത്ത് വെച്ചതാട്ടോ. അതതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് വെന്താൽ തന്നെ അത് വെന്തിട്ടുണ്ടാവും. അടി പിടിക്കൊന്നുമില്ല അങ്ങനെ വെള്ളത്തിൽ വേവിക്കുമ്പോൾ. തുടരെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാലിലാണ് വേവിച്ചെന്ന് വെച്ചാൽ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കും. ഇതൊന്ന് നന്നായി വെന്തിട്ട് നമുക്ക് പാലൊക്കെ ചേർക്കട്ടോ. ഒന്ന് വെന്തിക്കണോ നോക്കാം നമുക്ക്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, പാകത്തെ വേഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് പാല് ഇതൊക്കെയാണ് ചേർക്കേണ്ടത് കേട്ടോ. ഒരു പാക്കറ്റ് പാല് ചേർക്കട്ടോ. നിങ്ങൾ ആവശ്യത്തിന് എടുക്കുന്നതിനനുസരിച്ചിട്ട് പാല് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് 250 സാബുനരി ചവ്വരിയാണ് എടുത്തിട്ടുണ്ട്. അതിക്കൊരു പാക്കറ്റ് പാല് ചേർത്ത്. ഇതാണ് ഇതിൻ്റെ അളവ്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പാല് ചേർത്തിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. പാല് ചേർത്താൽ പിന്നെ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോഴേ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇതിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് പഞ്ചസാര വല്ലാതെ ചേർക്കണ്ട കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കണതിൽ, അതുകൊണ്ട് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി ഇളക്കി കൊടുക്കട്ടോ. പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചേർന്ന് വരട്ടെ. നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം. പാകത്തെ മധുരമാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴേ വല്ലാതെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്തോളി. ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്തിക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കട്ടോ. അണ്ടി മുന്തിരി നന്നായി വറുത്തെടുത്തിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എടുക്കാൻ മറന്നതാണ്. നിങ്ങൾ ഒഴിച്ച് കൊടുക്കി. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കി. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി അണ്ടിയൊക്കെ നന്നായി വറുത്തിട്ടേ നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ചവ്വരി കൊണ്ട് പല പായസം ഉണ്ടാക്കും കേട്ടോ. സേമിയനും ചവ്വരി ഉണ്ടാക്കും, ഉണങ്ങലരിയും ചവ്വരി ഉണ്ടാക്കും. ഇത് ചവ്വരി മാത്രം വെച്ചിട്ടില്ല പായസം കേട്ടോ. ഇതിങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ. ഒരു പാകത്തെ കുറുകൽ അധികമായാൽ കട്ടി അധികമായി പോകും. വല്ലാതെ ലൂസാകാനും പറ്റില്ല. അപ്പം തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയായി വരും കേട്ടോ. അപ്പം അതിനൊരു പാകത്തെ കുറുകലാക്കി ഉണ്ടാക്കണം. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എത്ര പണിയുള്ളത് ഉണ്ടാക്കാൻ. നല്ല കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. 2 ഏലക്കായിൻ്റെ പൊടിയും കൂടി അതിലിട്ട് കൊടുക്കട്ടോ. 2 ഏലക്കായ് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ പായസം റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് നോക്കട്ടോ. അല്ലേ, നല്ല പാകത്തെ ഇതാണ്. കുറുകലൊക്കെ പാകം. ഒന്ന് തണുക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല രസം കേട്ടോ. തണുത്തിട്ട് കഴിച്ചാൽ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നല്ലോണം തണുത്താൽ. എനിക്കങ്ങനെ ഇഷ്ടം. ചൂട് കൊടുക്കാനാണ് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. അതല്ല എന്താ രസം. ഒരു പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചാലേ നല്ല രസമാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. കാണാനും കളർഫുള്ളാട്ടോ. നല്ല രസമാണ്, കഴിക്കാനും നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫീഡ്ബാക്ക് അറിയിക്കൂ, ഇതിൻ്റെ കമൻസ് അറിയിക്കൂ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഞാനുണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഇട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു. നന്ദി, നമസ്കാരം.